നമീമത്ത് ആരെ സ്വഭാവമായിട്ടാണ് അല്ലാഹു തആല ഖുർആനിൽ എണ്ണിയത്? കള്ളന്മാരെ സ്വഭാവമായിട്ടാണ്, മോശപ്പെട്ട സ്വഭാവമായിട്ടാണ് നമീമത്ത് എണ്ണിയത്. ഹമ്മാസിൻ മശാഇം ബിനമീം, മോശപ്പെട്ട ആൾക്കാരുടെ സ്വഭാവമാണ് എണ്ണിയത്. നമീമത്തുമായിട്ട് നടക്കുക എന്ന് പറഞ്ഞത് ഫിത്നയും ഫസാദും ഉണ്ടാക്കുക, അതിന് പറ്റുന്ന വർത്തമാനങ്ങൾ. അതിന് നേർക്ക് നേരെ പറഞ്ഞോളന്നില്ല, ഒന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു ബട്ടൺ അമർത്തിയാൽ മതി, എല്ലായിടത്തേക്ക് എത്തും. അങ്ങനെ കുട്ടി നോക്കുമ്പോൾ നമീമത്തിന്റെ ഡിഗ്രി പഴയ കാലത്തേക്കാൾ ഇപ്പൊ കൂടുതലാ. കാരണം പഴയ കാലത്ത് ഒരു മണിക്കൂറിൽ ചിലപ്പോൾ 2 ആളെ കാണാൻ പറ്റിയെങ്കിൽ ഇപ്പൊ ഒരു മണിക്കൂർ കൊണ്ടത് പറ്റും. ഏകദേശം 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ഷറായി. അപ്പൊ നമീമത്തിന് ഡിഗ്രി കൂടുതലാ. ഒരു വാർത്ത എത്ര പേരിലേക്കാണ് സഹോദരങ്ങളെ? ഏതെല്ലാം രൂപത്തിലാണ് ആളുകൾ ഏതെല്ലാം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു വിഷയം പറയുന്നത് തന്നെ, ഒരു വിഷയം അവതരിപ്പിക്കുന്നത് തന്നെ, ഒരു വിഷയത്തെപ്പറ്റി സംവദിക്കുന്നത് തന്നെ ഏതെല്ലാം രൂപത്തിലാണ്? നിങ്ങൾ നോക്ക്, ഏതെല്ലാം രൂപത്തിലാണ് അല്ലേ? ഏതെല്ലാം രൂപത്തിലാണ് ആൾക്കാർ പറയണത്. ചില വിഷയങ്ങളൊക്കെ കേൾക്കാൻ തന്നെ പറ്റുമോ? കേൾക്കാൻ തന്നെ പറ്റൂല, പേടിയാണ്. കേൾക്കണ്ടാ തീരുമാനിക്കും, കേൾക്കണ്ടാ തീരുമാനിക്കും. ആൾക്കാർ മോശാക്കിയിട്ട് പറയുന്നത്, പരസ്യമായിട്ട് പറയുന്നത്, ഒരു മടിയില്ലാതെ. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ആലിമീങ്ങളെ പരസ്യമായിട്ട് ചീത്ത പറയുന്നത്. ചീത്ത പറയാനായിട്ട് എല്ലാ ദിവസവും ഫാത്തിഹ ഓതി തുടങ്ങണ മജ്‌ലിസ്. എന്താ കഥ? എന്തിനാ ഫാത്തിഹ ഓതി തുടങ്ങണത്? എന്താ ലക്ഷ്യം? 3-4 മണിക്കൂർ എന്താ പരിപാടി? എന്താ പരിപാടി? ചീത്ത അറിയാം അല്ലേ? അതന്നെ തലയെ കെട്ടിയ മൂല്യന്മാരും, തലയെ കെട്ടിയ ബാദുന്നാസ് മൂല്യന്മാർ, ചില മൂല്യന്മാർ ഫാത്തിഹ തുടങ്ങാണ്. എന്നിട്ട് അധ്യക്ഷന്റെ വക എന്താ കൊടുക്കണത്? ജനങ്ങൾക്ക് എന്തെങ്കിലും നസീഹത്ത്, ആയത്തെ, ഹദീസ് അർത്ഥം വെച്ചു കൊടുക്കല്ല പണി. ഏതെങ്കിലും പണ്ഡിതന്റെ എന്തെങ്കിലും ഒരു കുറ്റം കുറവും പറയാണ്ടോ? പറയാം. അതൊരാൾ പറഞ്ഞു സ്വാഗതത്തിൽ. പിന്നെ അധ്യക്ഷൻ കുറച്ചുകൂടി ഡിഗ്രിയിൽ, പിന്നെ മുഖ്യപ്രഭാഷണം ബാക്കിയുള്ളവർക്ക് കൂടി ഏച്ചൂട്ടിയിട്ട് അയാളും. അതിന് പറ്റുന്ന കുറെ ആൾക്കാർ ഒരുമിച്ച് കൂട്ടുക, അതല്ലേ പരിപാടി. അതിന് എത്രയാണോ പണം ചെലവഴിക്കാൻ പറ്റുക അത്ര ചെലവഴിക്കുക. അതിന് എങ്ങോട്ടും പോകണ്ട, അവനാന്റെ റൂമിൽ തന്നെ അങ്ങനെ സംവിധാനം ഒരുക്കിയിട്ട് അങ്ങനെയും കുറെ ആൾക്കാർ. എന്തെല്ലാം ജാതി! റൂമിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് റൂമിൽ തന്നെ. എന്നാ പിന്നെ എളുപ്പത്തിൽ വേണം എത്താൻ, എല്ലായിടത്തേക്കും പെട്ടെന്ന് എത്തണ്ടേ. അതിന് ലോകതലത്തിലേക്ക് നിങ്ങൾ ആരെ പറ്റിയെങ്കിലും അഭിപ്രായം, എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയുന്നത് നല്ല ഭാഷയിലും നല്ല രൂപത്തിലും നല്ല ഭാവത്തിലും പറയാന്നല്ലാതെ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരം, അതല്ലേ സഹോദരങ്ങളെ നമീമത്ത് എന്ന് പറഞ്ഞത്. നമീമത്തിന്റെ നിർവചനം പറഞ്ഞപ്പോ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ നമീമത്ത് എന്ന് പറഞ്ഞാല്? ഫസാദ് ഉണ്ടാകുന്ന രൂപത്തിൽ, കുഴപ്പമുണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്കുക, അതിനാ നമീമത്ത് എന്ന് പറഞ്ഞത്.